കഴുത്തുവേദന ഉള്ളവരിൽ അതിന്റെ കാരണം കണ്ടെത്തുന്നതിന് എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ പോലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുമ്പോൾ ചില ആളുകളിൽ കഴുത്തിലെ എല്ലുകൾ, മസിൽസ്, നെർവ്സ്, രക്തക്കുഴലുകൾ എന്നിവയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും കാണിക്കാറില്ല എന്ന് മാത്രമല്ല, നെക്ക് മൂവ്മെന്റ്സിനും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാറില്ല. ഇത്തരം ആളുകളിൽ ഡീറ്റെയിൽ ആയി കേസ് ടേക്കിംഗ് നടത്തുമ്പോൾ കഴുത്തുവേദനയ്ക്ക് ശേഷം തലവേദന അനുഭവപ്പെടുന്നതായും ഫ്രീക്വന്റ് ആയി വരുന്ന ഇത്തരം തലവേദനകൾ മൈഗ്രെയിൻ ആണ് എന്നും കണ്ടെത്താൻ കഴിയാറുണ്ട്. കഴുത്തുവേദന പലപ്പോഴും മൈഗ്രെയിനിൽ അത്ര കാര്യമാക്കാത്ത ലക്ഷണമാണ്. മൈഗ്രെയിൻ തലവേദനകൾക്ക് മുൻപ് പ്രോഡ്രോം ഫേസിലാണ് കഴുത്തുവേദനകൾ കൂടുതലായി കാണാറുള്ളതെങ്കിലും തലവേദനയോടൊപ്പമോ മൈഗ്രെയിൻ തലവേദനകൾക്കു ശേഷം ഉണ്ടാകുന്ന പോസ്ട്രോം അഥവാ മൈഗ്രെയിൻ ഹാങ് ഓവർ ഫേസിലും അനുഭവപ്പെടാറുണ്ട്. ക്രോണിക് മൈഗ്രെയിനിലാണ് കൂടുതലായി കാണാറുള്ളതെങ്കിലും എപ്പിസോഡിക് മൈഗ്രെയിൻ പോലെ ഇടവിട്ട് വരുന്ന തലവേദനകളിലും തലവേദനകൾ ഇല്ലാതെ മൈഗ്രെയിനിന്റെ മറ്റു ലക്ഷണങ്ങൾ മാത്രമായി ഉണ്ടാകുന്നവരിലും കഴുത്തുവേദന ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്ക് തലവേദനയ്ക്ക് മുൻപോ തലവേദനയോടൊപ്പമോ കഴുത്തുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ. ബൈ.